ഓണക്കാലമായിട്ട് രണ്ടെണ്ണം അടിക്കണ്ടേ? അല്ല, പട്ടാളക്കാരെയും പൊക്കി കഴിഞ്ഞാൽ വഴിയുണ്ടോ? പട്ടാളക്കാരാണ് ഇരട്ടി പൈസ കൊടുക്കണ്ടേ? അവന്മാര് നല്ല സാധനമുണ്ട്. പൈസ കൊടുക്കാതെ അടിക്കാൻ പറ്റിയ ഒരാൾ എന്റെ കണ്ണു മുമ്പിൽ ഇങ്ങനെ ഇരിപ്പുണ്ട്. നോക്ക്, ഇത് നമ്മള് മറ്റേ പട്ടാളം ബാക്കിയല്ലേ? ബാക്കിയവന്റെ അടുത്ത് കഴുത്ത് വെച്ചു കൊടുക്കണം. കഴുത്ത് വെക്കണ കേസല്ല, പക്ഷെ ഫ്രീ ആയിട്ട് സാധനം കിട്ടിയാലോ? നീ ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിച്ചു കുടിക്കാൻ വല്ല ഉണ്ടാ? ഓണം അല്ലേ? ഓ വരി വരി വാ കുടിക്കാൻ. നിങ്ങൾക്ക് പോക്കിട്ടേ ഉള്ളു. വരി പടിക്കെട്ട് സൂക്ഷിച്ചു നോക്കിയല്ലേ. നമ്മളെ എത്ര പ്രാവശ്യം എപ്പോഴും സംസാരിക്കും മാമന്റെ കേസ്. ഓ നിങ്ങളതിന് വന്നല്ലേ? വരി കയറി വരി. മാമന്റെ ഒരു ദിവസം പോലും മാമൻ ആലോചിക്കാത്ത ദിവസം ഇല്ല. വേറെ എന്തൊക്കെ വിശേഷങ്ങൾ നാട്ടിലേക്ക്? ഓണമൊക്കെ എന്തായാലും ഇവിടെ ആരും വരക്കൊന്നുണ്ട്. അന്ന് നിങ്ങൾ പറഞ്ഞില്ലേ രാജസ്ഥാനിലെ കഥ? ഇന്ത്യൻ പാകിസ്ഥാൻ ഒരു കഥ ഉണ്ട് കേട്ടോ. ഇത് കണക്ക് തന്നെ ഭയങ്കര വെടിവെപ്പായിരുന്നു. അതിപ്പോഴും ഉണ്ടല്ലോ. പിന്നല്ലാതെ. പക്ഷെ നിങ്ങൾ അറിയാണക്കല്ല, ഇന്ത്യ ഇവിടെ പാകിസ്ഥാൻ ഇവിടെ വെടിവെപ്പ് തുരിഞ്ഞ വെടിവെപ്പ്. ഞാൻ തന്നെ വെടിവെച്ച് ചെന്നപ്പോ ഞാൻ പെട്ടെന്ന് തന്നെ ഒരു ഐഡിയ പറഞ്ഞിട്ട് എല്ലാരും സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ എന്നിട്ട് അപ്പുറത്ത് കൊണ്ടുപോയിട്ട് റഹീമേ ചാടി ഒന്ന് എല്ലാരും കയറി അങ്ങ് അറ്റാക്ക് ചെയ്ത് അവരെ കൊണ്ട് ചാടി എണിച്ചു. അപ്പൊ പിന്നെ അത് കേട്ട് വീണ്ടും ഞാൻ സലീമേ എന്നൊരു വിളി വിളിച്ചു. അതിനിടയ്ക്ക് സലീമിന്റെ കുറെ ആശാമാര് അതേ പേരുള്ള ആൾക്കാരിലാണ് ചാടി വന്നു അവന്മാരെ തുരത്തി. അവസാനം ഒരു ഒറ്റ ഒരുത്തം മാത്രം, അവനാണെങ്കിൽ എന്നെ അറിയാം. ഈ ഐഡിയ അവന് മനസ്സിലായി. അവ ഉടനെ ഇതേ സെറ്റപ്പ് എമ്മടുത്തിറക്കി. പാച്ചുവേന്നൊരു ഒറ്റ വിളി. ഞാൻ അവിടെ നേടിയിട്ടില്ല. ഞാൻ ചോദിച്ചു ആടെ എന്റെ പേര് വിളിച്ചത്. അവിടെ നിന്ന് ചാടി എടുത്ത് വന്നു ഒരു മേനാശ ഉണ്ടല്ലോ, നമ്മളെ പയ്യൻ വരെ അപ്പം തന്നെ അവനെ അങ്ങനെ വിടും. എടേ ഇത് കുറച്ചേരെ കൂടിയേട്ടാ. ആ വെള്ളം മൊത്തം കൂടി എന്നാലേ സാധനം വരുള്ളൂ. എടേ എന്നിട്ട് ഇവര് നമ്മളെ മാതർ വിളിച്ചിട്ട് എനിക്ക് അവാർഡ് തന്നു. ഭരത് അവാർഡ്. സിനിമയിലല്ലയോ? ഓ സിനിമയില് പട്ടാളത്തിൽ വേറെയാണ്, അവിടെ ഉണ്ട് ഈ അവാർഡ്. ആരോഗ്യമായിട്ടിങ്ങനെ വെള്ളം നമ്മൾ ധാരാളം കുടിക്കണം. ഞാൻ എപ്പോഴും ഈ 2 ബോട്ടിൽ വെള്ളം എന്ന് കുടിക്കും. വെള്ളം മാത്രം എങ്ങനെ കുടിക്കും? വെള്ളം മാത്രമല്ല, ടച്ചിങ്സ് കാണിതുണ്ടല്ലോ, എരിവുള്ള സാധനമുണ്ട്, അതും കഴിക്കാം. എരിവുള്ള വേറെ എന്തെങ്കിലും വേറെ ഒന്നുമില്ല. നിങ്ങൾ എപ്പോൾ ദാഹിച്ചാലും ഇവിടെ വന്ന് വെള്ളം പിടിച്ചോണം. ഞാൻ ഇല്ലെങ്കിൽ ഇവിടെ പണിക്കാരുണ്ട്, അവനടുത്ത് ചോദിച്ചു കുടിക്കണം. പോണ വഴിയൊക്കെ കയറി വെള്ളം ഞാൻ അടുത്ത് വെച്ചേക്കാം. ഇടയ്ക്ക് കയറി കേട്ടോ വെള്ളം കുടി നോക്കി. ഉറപ്പായിട്ട് മാമ, ഉറപ്പായിട്ട് നോക്കി ഇറങ്ങി പോവാ. തെറ്റ് തെറ്റി നമ്മള് വെള്ളം കുടിക്കാനാണ് നമ്മൾ വന്നത്. ഇങ്ങനെ വെള്ളം കുടിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇതാ ഉദ്ദേശിച്ചത്. ഇങ്ങനെ ഓഞ്ഞ വെള്ളവും ഓഞ്ഞ കഥയും.